ഈ പാനൂർ സ്ഫോടനം വടകരയിലെ ജനങ്ങൾ ചർച്ച ചെയ്യുമെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറയുന്നു. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട ആളിന്റെ വീട് CPM നേതാക്കൾ സന്ദർശിച്ചത് മാനുഷിക മര്യാദയല്ല, പാർട്ടി മര്യാദയാണെന്നാണ് ഷാഫി പറയുന്നത്. വടകര തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് ബോംബ് നിർമ്മിച്ചതെന്നും ഷാഫി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പാനൂർ കേസിൽ ഇപ്പം ഏറ്റവും ഒടുവിൽ DYFI നേതാക്കന്മാർ ഉൾപ്പെടെ അറസ്റ്റിലായിട്ടുണ്ട്. പാർട്ടിക്ക് ബന്ധമില്ലെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ശരിക്കും ജനങ്ങളുടെ ഒരു സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുകയല്ലേ. ഇവിടുത്തെ സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളെ മുഴുവൻ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുക. ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് എത്തി നിൽക്കുമ്പോൾ പോലും ആർക്കും സംശയമില്ലാതെ അവരുടെ പാർട്ടിക്കാരാണെന്നുള്ളത്. മറ്റൊരു പാർട്ടിയിൽപ്പെട്ടവർ അതിനുണ്ടെന്ന ആക്ഷേപം അവർക്ക് പോലും പറയാൻ പറ്റുന്നില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പാർട്ടിയും പൊളിറ്റിക്സും ഇല്ലാത്ത ആളുകൾക്ക് ഇവിടെ ബോംബ് കൊണ്ട് ഡെയിലി സെയിലുണ്ടോ? ബോംബ് വെച്ചിട്ട് ഇവിടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഇവിടെ വേറെ എന്തെങ്കിലും സംഘർഷങ്ങളോ കലാപങ്ങളോ ഉണ്ടോ? അപ്പോൾ ബോംബ് ഒരു കൂട്ടി വെക്കുന്നതിൻ്റെ ഒരു പൊളിറ്റിക്കൽ നീഡ് മാത്രമായ ഒരു സാഹചര്യത്തിൽ അതിന് രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധമില്ല, അല്ലെങ്കിൽ CPM-ആയിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ആളുകൾ വിശ്വസിക്കുക? വടകര തെരഞ്ഞെടുപ്പിന് അതിനുവേണ്ടി തന്നെ തയ്യാറാക്കിയതാണ്. വേറെ എന്താ നീഡ്? വേറെ എന്താ നാട്ടിൽ ബോംബ് കൊണ്ടൊരു ഉപകാരമുള്ളത്? നിങ്ങളിപ്പോൾ അടുത്ത കാലത്ത് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എന്തിനാ ബോംബ് ഈ കേരളത്തിൽ ഈ പ്രദേശത്ത് ഉപയോഗിച്ചതായിട്ടുള്ള എന്ത് എക്സ്പീരിയൻസാണ് നമ്മുടെ മുമ്പിലുള്ളത്? പിന്നെ അത് മുഴുവൻ അറസ്റ്റിലാതെ DYFI-കാരൻ റെഡ് വോളണ്ടിയർ മാർച്ചിൻ്റെ മുമ്പിൽ സ്ലോ മോഷനിൽ നടക്കുന്ന വീഡിയോ നമ്മളെല്ലാവരും കാണുന്നു. പാർട്ടി ബന്ധം നമ്മളെല്ലാവരും അറിയുന്നു. പാർട്ടിയുടെ ഹൈ പ്രൊഫൈൽ കില്ലേഴ്സുമായിട്ടുള്ള ആത്മബന്ധം അത് നമുക്കെല്ലാവരുടെ മുമ്പിൽ എവിഡൻ്റായിട്ട് വരുന്നു. ഇവരുടെ നേതാക്കന്മാർ പോയി സന്ദർശിക്കുന്നു. ആദ്യ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഇവരുടെ നേതാക്കന്മാരുടെ പ്രാദേശിക നേതാക്കന്മാരുടെ ഒരു നീണ്ട നിരയും പടയും അതിൻ്റെ പിന്നാലെ പോകുന്നു. അപ്പോൾ അത് ഈ ബോംബ് അവരുടെ കയ്യിലിരുന്ന് പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അപകടം ആലോചിച്ച് നോക്കിയേ. വടകരയിൽ ഈ വിഷയം സജീവ ചർച്ച, പക്ഷേ അപ്പോഴും വടകരയിലെ ജനങ്ങളെ വോട്ടർമാർ ഇത് സ്വാധീനിക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് ശൈലജ ടീച്ചർ അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥി. അത് ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള അണ്ടർ എസ്റ്റിമേറ്റിംഗ് ആണത്. ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സമാധാനം. അവരിങ്ങനെ കൃത്യമായ ഇടവേളകളിൽ വാളിന് വെട്ടിയോ ബോംബ് പൊട്ടിയോ ആളുകൾ മരിക്കുന്ന വാർത്തകളും അസ്വസ്ഥതകളും സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് ഇതിനെ മാറ്റാനോ കാണാനോ എല്ലാം അവർ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഈ പാനൂർ സ്ഫോടനം വടകരയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയാകുമെന്നുള്ള നിലപാടിൽ തന്നെയാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. ജസ്റ്റിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.